എനിക്ക് എൻ്റെ മോളെ നന്നായിട്ട് വളർത്തണം. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതാ ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. ചേച്ചി ചേച്ചി ധൈര്യമായിരിക്കുക. ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാ ചേച്ചിയുടെ കാര്യത്തിൽ ഇറങ്ങിയത്. നമുക്ക് നോക്കാം. ആ ജയേഷ് വിവാഹാലോചന വരെ എത്തിയിട്ടുണ്ട്. പേടിക്കാതെ അവര് വരട്ടെ. നിങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങൾക്കും ഉണ്ടല്ലോ ആൾക്കാര്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായി മോളെ, എല്ലാം സംസാരിച്ചോ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായോ? അമ്മേ, കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. എടുത്തി നമുക്ക് ഇറങ്ങിയാലോ? ഞങ്ങൾ ഇറങ്ങാമേ. ആ ശരി ചേച്ചി ഇറങ്ങട്ടെ. എന്തായി മോളെ? എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ആശ്വാസം തോന്നുന്നുണ്ടമ്മേ. ശ്യാമേ, മോളെ, നിന്നെ കൈയെടുത്ത് തൊഴുതു പോവാ. എടുത്തി എന്താ ഇത്? നീ പ്രായം കൊണ്ട് എന്നെക്കാൾ ഇളയതായി പോയി. ഇല്ലെങ്കിൽ നിന്റെ കാലി പിടിച്ച് മാപ്പ് ചോദിച്ചേനെ. എടുത്തി 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 ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുതേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? നിന്നോട് ഞാൻ എത്ര വലിയ പാപശ്യാമ ചെയ്തത്. പക്ഷെ എന്നിട്ടും നീ അതിന്റെ ദേഷ്യമോ പരിഭവോ ഒന്നും കാണിച്ചില്ല. അമൃതടുത്ത് നിന്ന് വിളിച്ച് നീ ഇതുവരെ എന്നെ സ്നേഹിച്ചതേ ഉള്ളൂ. എടുത്തി ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. സ്വന്തം അനിയത്തെ പോലെ കരുതിയ എടുത്തി എന്നെ സ്നേഹിച്ചത്. എന്നിട്ട് എടുത്തി സംശയിക്കുന്നൊരു രഹസ്യം ഞാൻ മറച്ചു വെച്ചെന്നൊരു തോന്നലുണ്ടാവുമ്പോ ദേഷ്യം വരും. അതാർക്കായാലും അങ്ങനെ തന്നെയാ. അന്ന് എന്നെ കാണാതായ ദിവസം വേണമെങ്കിൽ നിനക്ക് താലി കെട്ടായിരുന്നു, ചടങ്ങിന് സമ്മതിക്കായിരുന്നു. പക്ഷെ എന്നെ കണ്ടുപിടിക്കുന്നതിന് നീ പ്രാധാന്യം കൊടുത്തത്. താലികെട്ടൊക്കെ എപ്പോ വേണമെങ്കിലും നടത്തിക്കൂടെ എടുത്തി. പക്ഷെ എടുത്തി കാണാതായാലോ? ഞാൻ കാണിച്ച അവിവേകം നീ പൊറുക്കണം. അതേ പറയാനുള്ളൂ. ശരി, പുറത്തിരിക്കുന്നു പോരെ? അത് മതി. വാ. പക്ഷേ അമൃത എടുത്തി, വലിയ കുറെ പ്രശ്നങ്ങളിലേക്കാ നമ്മളിപ്പോ നീങ്ങാൻ പോകുന്നേ. കണ്ണിലെ കരടെടുത്ത് കളയുന്ന പോലെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ. അതെ, ആദ്യം നല്ല അശ്വതിയുമായി അടുപ്പമുള്ള ആളെന്നറിഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം തോന്നി. പക്ഷെ ഇപ്പോ നമ്മുടെ ഭാരം വല്ലാതെ കൂടിയിരിക്കുക. അമ്മയുണ്ടല്ലോ, ആളറിയാതെ അശ്വതിയെ സ്നേഹിക്കുക. സ്വന്തം മകളെ പോലെയാ അശ്വതിയെ അമ്മ കാണുന്നത്. എന്നെങ്കിലും സത്യം അറിയുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? അതുപോലെ അശ്വതിയെ പറ്റി അരുണേണ്ണ അറിയുമ്പോഴോ? സത്യം പറഞ്ഞ ആലോചിക്കുമ്പോ തല കറങ്ങാ ശ്യാമേ. എടുത്തി, എന്തായാലും ഇക്കാര്യമൊന്നും തൽക്കാലം ആരെ അറിയിക്കണ്ട. അഖിൽ സാറിനെയോ ആദ്യേട്ടനെയോ പോലും അറിയിക്കണ്ട. അതെ, അതുപോലെ അശ്വതിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ആ ജഗന്നാഥൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കിയ അശ്വതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അതെ, നമ്മൾ വല്ലാതെ സമ്മർദ്ദത്തിലാവാൻ പോവാ. ഞാനൊരു കാര്യം പറയട്ടെ ശ്യാമേ. എന്താ എടുത്തി? ഐശ്വര്യക്കാളും അരുണിന് ചേരുന്നത് അശ്വതിയല്ലേ? 100 ഇരട്ടി ചേർച്ച. എടുത്ത് വാ, വാ പോവാം.
ഒരു അമൃതേടത്തി. ഇത്രയ്ക്ക് നാണില്ലാതായി പോയല്ലോ അവർക്ക്. ഇപ്പൊ ശ്യാമയായിട്ട് വീണ്ടും അങ്ങ് സെറ്റായി. രണ്ടുപേരും കൂടെ പുറത്തെങ്ങോ പോയിരുന്നു. തിരിച്ചു വന്നത് ഒറ്റക്കെട്ടായിട്ട്. അത് നല്ലതല്ലേ? ഒരു വീട്ടിലെ എല്ലാരും ഒറ്റ മനസ്സോടെയല്ലേ ഇരിക്കേണ്ടത്? അരുണിന്റെ ഈ ചതഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോ ദേഷ്യം വരും. അമൃതയും ശ്യാമയും കൂടി എന്തൊക്കെയോ നാടകങ്ങൾ നടത്തുക. ഇന്ന് രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയതിന് പിറകില് എന്തൊക്കെയോ രഹസ്യമുണ്ട്. കാര്യമായ രഹസ്യമുണ്ട്. അല്ല ഐശ്വര്യ, എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നതെല്ലാം അരുണ് നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ. ഞാൻ വീണ്ടും പറയുക, എന്നെ അരുൺ ഒട്ടും അർഹിക്കുന്നില്ല. എന്നുവെച്ചാ എന്നെ വിവാഹം ചെയ്തതിൽ നീ ദുഃഖിക്കുന്നു എന്നല്ലേ? ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിൽ പിന്നെ നേരത്തെ മറ്റാരെങ്കിലും നോക്കാത്തെന്താ? നിനക്ക് കൂടുതൽ യോജിക്കുന്ന ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കായിരുന്നല്ലോ. ഞാനെങ്കിലും രക്ഷപ്പെട്ടേനെ. എന്തായാലും എന്റെ ജീവിതം ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ട് അരുൺ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. പല വട്ടം ഞാൻ ചോദിച്ചതാ, സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാത്ത സ്നേഹം എന്തിനാ നിങ്ങളെ ശ്യാമയ്ക്ക് കൊടുക്കുന്നേ? അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാനേ വലിയ പഠിപ്പും ഈ സൗന്ദര്യമൊന്നും വേണ്ട. ശ്യാമ നന്മ നിറഞ്ഞൊരു കുട്ടിയാ. അത് തന്നെയാ എന്റെ കാരണം. നന്മ നിറഞ്ഞ കുട്ടി. നാളെ തിരുമുൽപ്പാട് വന്ന് പറയും കല്യാണം മുടങ്ങിയതിനെ കുറിച്ചൊക്കെ. നന്മക്കാര് നാളെ കരയുന്നത് കാണാം. കൈവിട്ടു പോയി എന്ന് കരുതിയ ജീവിത എനിക്ക് തിരിച്ചു കിട്ടിയത്. സംശയത്തിന്റെ കണ്ണിലൂടെ ആരെയും നോക്കാൻ പാടില്ല. അതെനിക്കിന്ന് മനസ്സിലായി. എത്ര ദിവസം മനസ്സിൽ തീ കോരിയിട്ട് നടന്നത്. ആദ്യേട്ടൻ, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. എന്തായാലും ഒന്ന് വട്ടാക്കിയിട്ട് മതി സന്തോഷം കാണിക്കല്. എന്താ കിടക്കുന്നില്ലേ? അമൃതേ, എനിക്ക് വഴക്ക് കൂടാൻ വയ്യ. പക്ഷെ എനിക്ക് വഴക്ക് കൂടണം. വഴക്ക് കൂടിയേ പറ്റൂ. വഴക്കിന് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ താഴെ വന്നിരുന്നത്. വന്നേ, മതി. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇതെന്ത് കഷ്ട അമൃതേ, ബോറാണ്. ചുമ്മാ ഇരിക്കെ. ഇല്ല, ചുമ്മാതിരിക്കുന്നില്ല. എന്താ എന്നെ തല്ലണോ? തല്ലെന്നെ. നോക്കമൃതേ, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടതെന്നോ? ആ എനിക്ക് നീ പറ അമൃതേ, എനിക്ക് 100 വട്ടം പണിയുണ്ട് ഇവിടെ. മുത്തുകൗ. അല്ല, ഞാൻ ചോദിച്ചായിട്ടില്ലേ? മുത്തുകൗ. അമൃതേ, എനിക്ക് കുറെ ഓഫീസ് വർക്കുണ്ട്. സ്വസ്ഥമായിട്ട് ചെയ്യാന്ന് കരുതി ഇവിടെ വന്നിരുന്നത്. ഓഫീസ് വർക്കൊക്കെ പിന്നെ. ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അത് കഴിഞ്ഞു മതി ഓഫീസ് ജോലിയൊക്കെ. നിന്നെ ഞാൻ എങ്ങനെ അനുസരിക്കണ്ടേ? നീ അത് പറഞ്ഞു തൊലയ്ക്ക്. എന്നെ എങ്ങനെയാ അനുസരിക്കേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിക്കണം. ഇതെന്താ ഇത്? കണ്ടാൽ അറിയില്ലേ? ചോക്ലേറ്റ്. ആ, അത് മനസ്സിലായി. ഇത് ഞാൻ മൊത്തം കഴിക്കണമെന്നാണോ? ആ,
നിനക്കെന്താ പറ്റിയേ? എനിക്ക് വട്ടായിട്ടില്ല, ഇതിൽ വിഷമൊന്നും പുരട്ടിയിട്ടുമില്ല. ദാ, കഴിക്ക്. കഴിക്കാൻ. തൽക്കാലം ഇത്ര മാത്രം അറിഞ്ഞാ മതി. അത് പിന്നെ അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമൃതേ. അതേട്ടാ, എന്റെ പിണക്കൊക്കെ മാറി ആദ്യേട്ടാ. എനിക്ക് മാപ്പ് തരണം ആദ്യേട്ടാ. നീയേ എന്താന്ന് വെച്ചാ തുറന്നു പറ. ഇപ്പോഴും നീ എന്നെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കുമല്ലേ? അല്ല, സത്യമായിട്ടും അല്ല. പെട്ടെന്നിങ്ങനെ മനസ്സ് മാറാൻ കാരണം? ആദ്യേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ. സത്യം പറ അമൃത, എന്താ സംഭവിച്ചേ? ഞാനൊരു അമ്പലത്തിൽ പോയി ആദ്യേട്ടാ. അവിടെ ഒരു സ്വാമിയെ കണ്ടു. ആ സ്വാമിയോട് സംസാരിച്ചപ്പോ കുറെ അറിവ് കിട്ടി. എന്റെ മനസ്സിലെ പുകപടലമൊക്കെ അതോടെ അങ്ങ് മാഞ്ഞു പോയി. സത്യം ആദ്യേട്ടാ. ഇനി ആദ്യേട്ടാ അതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കണ്ട. അതെ, നമുക്ക് രണ്ടുപേർക്കും അതങ്ങ് മറക്കാം. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യേട്ടാ. ഓ, മനസ്സിന്നേ ഒരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയി. സത്യ സത്യം. അതിരിക്കട്ടെ. അപ്പോ മുത്തുകൂ അത് ഞാൻ തമാശക്ക് പറഞ്ഞതാ. ആണോ? അതങ്ങനെ തമാശക്ക് പറഞ്ഞാൽ ശരിയാവില്ല. ഞാനത് അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. ആദ്യേട്ടാ. ഇപ്പൊ തന്നേ പറ്റൂ. തന്നേ പറ്റൂ. പാടി അയ്യോ. ഇങ്ങോട്ട് വരാൻ. നീ ആദ്യേട്ടാ വെറുതെ. കേറ്. അയ്യേ. കേറ്. ദുർനിമിത്തങ്ങൾ ധാരാളം കാണുന്നുണ്ട്. ഒരു വർഷത്തേക്ക് അഖിലും ശ്യാമയും ഒന്നിക്കാൻ പാടില്ല. തിരുമേനി, ഒരു സംശയം. എന്താണ്? ചോദിക്കാം. 2 പ്രാവശ്യം ഇവർക്ക് താലികെട്ട് നടന്നത്. ആദ്യത്തെ 2 പ്രാവശ്യവും യാദൃശ്ചികമായിട്ടാ നടന്നത്. ഇവര് തമ്മിലുള്ള വിവാഹമല്ല അന്ന് നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ വളരെ ആഗ്രഹത്തോടെയാ ഈ താലികെട്ട് തീരുമാനിച്ചത്. എന്റെ ആഗ്രഹമായിരുന്നു ഇവരുടെ വിവാഹം കാണണമെന്നുള്ളത്. പക്ഷേ അത് മുടങ്ങിപ്പോയല്ലോ തിരുമേനി. സാരില്ല. ഇവരുടെ തെറ്റുകൊണ്ടല്ലാതെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇവർ ഫലം അനുഭവിക്കേണ്ടി വരും. അതിനെയാണ് വിധി എന്ന് പറയുന്നത്. മനസ്സിലായില്ല. എന്നുവെച്ചാൽ ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലവും ചിലപ്പോൾ ഇവരനുഭവിക്കേണ്ടി വരും. ഈ കുടുംബത്തിൽ ആരും അങ്ങനെ ഒരു ദോഷം ചെയ്തിട്ടില്ല തിരുമേനി. ഞങ്ങൾ എല്ലാവർക്കും നല്ലത് വരണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതേ തിരുമേനി,
ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹോ ദോഷമോ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ട്. ആരാ തിരുമേനി അങ്ങനൊരു ദോഷം വരുത്തിയത്? തിരുമേനി, എന്താ ദോഷം? ദയവ് ചെയ്തൊന്ന് പറയണം. ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി പറയുന്നതല്ല. തിരുമേനിക്ക് എന്തോ തെറ്റുപറ്റിയതാ. ദയവായി ഒന്നുകൂടെ ഒന്ന് ഗണിച്ചു നോക്കണം. എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല. ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഈ കുടുംബത്തിൽ വീണിട്ടുണ്ട്. അശ്വതി ചേച്ചി, ആരുടെ കണ്ണുനീരാ തിരുമേനി ഈ കുടുംബത്തിൽ വീണത്? ഇത് എല്ലാരെയും ബാധിക്കുന്ന കാര്യോ? ഇത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം. വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടുപിടിക്കണം. ഇവിടെ എനിക്ക് സൂചനകളെ തരാൻ കഴിയൂ. ആശ്രയമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ശാപം ഈ കുടുംബത്തിലുണ്ട്. ആ സ്ത്രീയുടെ കണ്ണീര് കാണുന്നു. ഒരു കൊച്ചു കുഞ്ഞും നീതി കിട്ടാതെ നിൽക്കുന്നുണ്ട്. തിരുമേനി, എനിക്കിതൊക്കെ കേട്ടിട്ട് ആകെ വെപ്രാളം വരിക. ഒന്ന് നോക്കിയിട്ട് പറയൂ, ഏത് സ്ത്രീയാ ഏത് കുഞ്ഞാ ദോഷമായിട്ട് നിൽക്കുന്നേന്ന്? അക്കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിയുന്നില്ല. ഞാൻ വന്നത് ഇവരുടെ കാര്യം പറയാനാ. അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇവരുടെ വിവാഹം എന്നുവെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള താലികെട്ട് 1 വർഷത്തേക്ക് പാടില്ല. അമ്മേ, എന്താ അമ്മ പേടിച്ചതുപോലെ? മോളെ, എനിക്കെന്തോ ആകെ ഒരു സമാധാനക്കേട്. കുടുംബത്തിൽ എന്തൊക്കെയോ അപകടങ്ങൾ വരാൻ പോകുന്നു എന്നൊരു തോന്നല്. ആ ജ്യോത്സ്യം വന്ന് പോയപ്പോ മുതല് ഉള്ളിലൊരു കനല് വീണതുപോലെ. അമ്മ ഒന്നും ചിന്തിക്കണ്ട. അമ്മ കിടന്നുറങ്ങ്. എന്റെ ഉറക്കം പോയി. ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത നാളുകളാ മോളെ. ആ ജ്യോത്സ്യം പറഞ്ഞ പെൺകുട്ടി കണ്ണീര് വീണു പറഞ്ഞില്ലേ? ആ പെൺകുട്ടി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ. അമ്മ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ. എന്റെ അറിവിൽ ഒരു സ്ത്രീയുടെ കണ്ണീരോ ശാപോ കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ജഗന്നാഥന്റെ മോടെയാ. അമ്മേ, അതൊന്നും അമ്മ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ലല്ലോ. അതങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞു. അല്ല, ഞാൻ പറയുന്ന അതല്ല. ജഗന്നാഥന്റെ മകളെക്കുറിച്ചായിരിക്കില്ല തിരുമുൽപ്പാട് സൂചിപ്പിച്ചത്. ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ജഗന്നാഥന്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞില്ലായിരുന്നല്ലോ? അതെ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ അമ്മേ.
ജഗന്നാഥൻ സാറിന്റെ മകളല്ല. അപ്പോ വേറെ ഏതോ ഒരാള്. ആ? അമ്മയായിട്ടൊന്നും ഒരു ബന്ധമുള്ളതല്ല. അമ്മ അങ്ങനെ തന്നെ ചിന്തിച്ചുറപ്പിക്കണം. മോളിങ്ങനെയൊക്കെ പറയുമ്പോ എന്തോ ഒരു ധൈര്യം പോലെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ മോളെ? ഒന്നും ഉണ്ടാവില്ലമ്മേ. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താമ്മേ? അല്ല, മോൾ എങ്ങനെ ഈ വിഷമങ്ങളൊക്കെ ഒതുക്കുന്നേ? അതിന് എനിക്ക് ദുഃഖമൊന്നുമില്ലമ്മേ. മോള് സത്യം പറ. അമ്മയുടെ മുഖത്ത് നോക്കി പറ.